ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നേരത്തെ തന്നെ കിച്ചണിൽ കയറിട്ടോ. ഇന്ന് നമുക്കൊരു പ്രത്യേകത ഉള്ള ഒരു ദിവസം കൂടിയാണ് കേട്ടോ. ഇന്ന് നമുക്ക് 17 രാവിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം കിച്ചണിലൊക്കെ കയറി പത്തിരിക്കൊക്കെ പരത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ പണികളൊക്കെ നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മളിവിടെ പ്രസ്സിലൊക്കെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളിങ്ങനെ പരത്തിയെടുക്കലാണ് കേട്ടോ. അപ്പം നമ്മളിവിടെ കത്തിയിൽ അങ്ങനെ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല. പിന്നെ നമ്മൾ പള്ളിയിലേക്ക് കൊടുക്കേണ്ടതും കൂടിയില്ല. അപ്പോൾ അങ്ങനെ നന്നായിട്ട് നമ്മൾ പരത്തിയെടുത്തു കേട്ടോ. നല്ല റൗണ്ടിൽ തന്നെ നമ്മൾ പരത്തിയെടുത്തു. പിന്നെ അതിന് ശേഷം നമ്മൾ ഓരോന്നായിട്ട് ചുട്ടെടുത്തു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെ 17 രാവിലെ ഇങ്ങനെ പത്തിരിയൊക്കെ പള്ളിയിലേക്ക് ചുട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ഇങ്ങനെ പറയണം കേട്ടോ. പിന്നെ നമുക്ക് പള്ളിയിൽ നിന്ന് ടോക്കണൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ ആ ടോക്കണൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇറച്ചിക്കറിയൊക്കെ കിട്ടും അവിടുന്ന്. അപ്പം നമ്മുടെ അന്നത്തെ പണികളൊക്കെ അങ്ങനെ വേഗം കഴിഞ്ഞു കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത ഒരു ടാസ്ക് എന്നുള്ളത് നമുക്ക് ഇതൊക്കെ ഒന്ന് വാഴയിലൊക്കെ ഒന്ന് വാട്ടിയിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ വാഴയിലൊക്കെ വാട്ടിയെടുത്തിട്ട് നമ്മൾ പത്തിരിയോടൊക്കെ അതിൽ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ നമ്മൾ പൊതിഞ്ഞെടുക്കലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡിയാക്കി സെറ്റാക്കി കേട്ടോ. നമ്മൾ ഓരോന്ന് അങ്ങനെ പൊതിഞ്ഞെടുത്തു കേട്ടോ. പിന്നെ ഉമ്മയാണ് കേട്ടോ ഓരോന്നും പൊതിഞ്ഞിട്ട് അങ്ങനെ കെട്ടിക്കൊടുക്കുന്നത്. പിന്നെ നമ്മളിത് അങ്ങനെ പള്ളിയിൽ ചീരണിയായിട്ട് കൊണ്ടുപോയി കൊടുക്കും കേട്ടോ. പിന്നെ നമുക്ക് അവിടുന്ന് ഇറച്ചിക്കറിയൊക്കെ കിട്ടും. പിന്നെ നിങ്ങളുടെ ഭാഗത്തൊക്കെ എന്താണ് ചീരണി എങ്ങനെ കിട്ടുകയെന്നൊക്കെ ഉള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ ചീരനെയൊക്കെ നമ്മൾ പള്ളിയിൽ കൊണ്ടുപോയി കൊടുത്തു കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ കിച്ചണിൽ വന്ന് നോക്കുമ്പോൾ നമ്മുടെ സിസ്റ്റർ ഭയങ്കര പൊരിഞ്ഞ കുഴക്കനിലാണ് കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു എന്താ ഇപ്പം നീ കുഴച്ചുണ്ടാക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഒന്ന് നമുക്ക് പൊട്ടാറ്റോ സ്മൈൽ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അത് ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ അവൾ വേഗം ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് പുഴുങ്ങിയെടുത്ത് നമ്മുടെ അരിപ്പൊടിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മുടെ കൈയൊക്കെ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അവൾ കുഴച്ചെടുത്തു കേട്ടോ. പിന്നെ അതിന് ശേഷം അവൾ സ്മൈലാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കൈ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തു. നിങ്ങൾ ഇതുപോലെ പൊട്ടാറ്റോ സ്മൈലൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പം ഇനിയിപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ഒക്കെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് നന്നായിട്ട് സ്മൈലി ആക്കി എടുക്കണം. നമുക്ക് നമ്മുടെ പൊട്ടാറ്റോ ഒന്ന് പരത്തി എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ നമ്മുടെ പൊട്ടാറ്റോ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ പരത്തി എടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ സ്മൈലി ആക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് എഗ്ഗ് സമോസയൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ഇതങ്ങോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലേക്ക് നിൽക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നവരാരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് കാണണേ. അപ്പോൾ നിങ്ങൾക്ക് ഉള്ള അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റിലൂടെ പറയണം കേട്ടോ. നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ കുറേ മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചിലവർ നമുക്കത് അങ്ങനെ കമൻറ്റിലൂടെ ഒക്കെ അങ്ങനെ പറയലുണ്ട്. അപ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ അത് ആവർത്തിക്കാതൊക്കെ ഇരിക്കാമല്ലോ. നമ്മുടെ പൊട്ടാറ്റോ സ്മൈലൊക്കെ ഇത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾ ചിരിക്കുകയാണോ കരയാണോ എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മുടെ പൊട്ടാറ്റോ സ്മൈൽ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വരട്ടെ. ഇത് നമ്മൾ ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ. അപ്പോഴാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. നമ്മളിങ്ങനെ നോമ്പൊക്കെ ആയതുകൊണ്ട് നമ്മൾ ആ ടൈമിലാണ് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോഴത്തേനും നമ്മൾ ചൂടോടെ കഴിക്കുന്നത് തന്നെയാണ് കേട്ടോ ടേസ്റ്റ്. പിന്നെ ഇത് നല്ല ക്രിസ്പിനെസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സോസൊക്കെ വേണം കേട്ടോ. അപ്പോഴാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൊമാറ്റോ സോസ് ഉണ്ടാക്കി. നമ്മുടെ സ്മൈലി പൊട്ടാറ്റോ ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാനായപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് എടുത്ത് ടേബിളിലൊക്കെ വെച്ചു. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതാട്ടോ നമ്മുടെ സ്മൈലി സോസിലൊക്കെ മുക്കി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. നല്ല രസമുണ്ട്. എല്ലാവരും ഇതൊന്ന് ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം. ബായ്.